മ്യൂസിക് ഡയറക്ടർ ജെറി അമൽദേവിനെ ആദരിച്ചുകൊണ്ടൊരു സംഗീത പരിപാടി 2 ആഴ്ച മുമ്പ് കൊച്ചിയിൽ നടന്നു. മഞ്ഞിൽ വിരിഞ്ഞ സംഗീതം. അതിലൊരു പാട്ട് കണ്ണിന് പൊൻകണി എന്ന് പറഞ്ഞ പാട്ട്, സന്മനസ്സുള്ളൊരു സമാധാന സിനിമയിലെ പാട്ട്. സത്യനന്ദിക്കാണ് ഡയറക്ടർ. ഇപ്പോൾ ജെറി മാഷ് 30 വർഷത്തോളം അമേരിക്കയിലായിരുന്നതിന് ശേഷം നാട്ടിലൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എഴുത്തുകാരെക്കുറിച്ചൊന്നും വലിയ നിശ്ചയമൊന്നുമില്ല. അപ്പോൾ സത്യനന്ദിക്കാട് പറഞ്ഞു, ഇതിന് പാട്ട് എഴുതുന്നത് ഒരു കവി മുല്ലനേഴിയാണ്. ഇപ്പോൾ ജെറി മാഷ് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഇയാളെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പോൾ ഒരു ദിവസം പത്മ തിയേറ്ററിൻ്റെ പുറകിലുള്ള ഒരു സാധാരണ ചായക്കടയിലിരുന്ന് സത്യൻ സിറ്റുവേഷൻ പറയുകയാണ് ജെറി മാഷിനോട്. അപ്പോഴാണ് ഈ മനുഷ്യൻ കയറി വരുന്നത്, മുല്ലനേഴി കയറി വരുന്നത്. കഷണ്ടിയുള്ളൊരു മനുഷ്യൻ മുഷിഞ്ഞ ലുങ്കിയൊക്കെ കൊടുത്ത് തോളിലൊരു സഞ്ചിയൊക്കെ ഇട്ട്, തുണി സഞ്ചിയൊക്കെ ഇട്ട് കയറി വരാണ്. അപ്പോൾ സത്യം പരിചയപ്പെടുത്തി, ഇതാണ് മുല്ലനേഴി, കവി മുല്ലനേഴി. അപ്പോൾ ജെറി മാഷ് ഇങ്ങനെ കരുതി, ഞാൻ ചെയ്തേക്കുന്ന ഒരു വെസ്റ്റേൺ ട്യൂണാണ്. ഈ വെസ്റ്റേൺ ട്യൂണിൽ തനി നാടൻ മനുഷ്യൻ എങ്ങനെയാണ് ലിറിക്സ് എഴുതുക? പാട്ട് കേട്ടിട്ട് മുല്ലനെ അവിടെ തന്നെ ഇരുന്ന് ലിറിക്സ് എഴുതുന്നുണ്ട്. ലിറിക്സ് വായിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് വേർഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജെറി മാഷ് പറയുന്നത് എങ്ങനെയാണ്? ഐ വാസ് സോ സ്റ്റൺ ടു സീ ഹൗ വെർസറ്റൈൽ ഈസ്. പലപ്പോഴും വേഷങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. വേഷം വെച്ചിട്ട് നമ്മൾ ചില ആൾക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്ന ഏലിയ വന്നു കഴിഞ്ഞു, പക്ഷെ ആൾക്കാർ തിരിച്ചറിഞ്ഞില്ല. എന്താ ജനങ്ങൾ ഏലിയെ തിരിച്ചറിയാഞ്ഞത്, യോഹന്നാനെ തിരിച്ചറിയാഞ്ഞത്? അവരുടെ ഉള്ളിലൊരു പ്രവാചകൻ്റെ ഒരു ചിത്രമുണ്ട്, ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിലേക്ക് യോഹന്നാൻ ഫിറ്റായില്ല. അപ്പോൾ യോഹന്നാനൊരു മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലൊരു ഫ്രെയിം ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അതിലേക്ക് ആൾക്കാരെ ഫിറ്റ് ചെയ്യാൻ കൂടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഷത്തിനപ്പുറത്തേക്ക് നമ്മുടെ കാഴ്ച വളരണ്ടേ?